പത്രം ഏജന്റിന് തെരുവുനായയുടെ കടിയേറ്റു. അഞ്ചൽ കോമളത്താണ് സംഭവം. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. 6 മണിയായപ്പോൾ ഞാൻ അകത്തോട് നിന്ന് പത്രം ഇട്ട് കയറുമ്പോൾ പട്ടി ഇങ്ങനെ ഓടി വന്ന് ചെറുതായിട്ട് ഇങ്ങനെ വന്നപ്പോൾ കാണാൻ പട്ടി ഓടി വന്ന് നമ്മളെ ബാക്കിൽ കയറി കടിച്ച് 2 പ്രാവശ്യം കടിച്ച്. മുൻപ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഈ സ്ഥലത്ത്? എങ്ങനെ പുതിയ തെരുവുനായ ശല്യം എങ്ങനെയാണ്? ഇവിടങ്ങളിലാണ് പട്ടിയുടെ ഭയങ്കര ശല്യമുണ്ട്. എന്നാൽ ഇത്രയും വലിയ കടി ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും കടിച്ചാൽ പറയുന്നത്. ബ്ലഡൊക്കെ വന്നത് ആദ്യമായിട്ടാണ്. നേരത്തെ വന്നത് ചെറുതായിട്ട് കപ്പി അങ്ങ് പോത്തുള്ളായിരുന്നു. പിന്നെ പത്രം ഇടുന്നുണ്ട് നമ്മളെ രാവിലെയും വൈകുന്നേരം എല്ലാ വീട്ടിലും ചിന്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ നമ്മൾ. ഇത് അപ്രത്യക്ഷമായിട്ട് സംഭവം നടന്നത് കേട്ടോ. ഈ പട്ടി കളിക്കുന്നത് എനിക്കൊരു വിചാരമില്ലായിരുന്നു. ഇങ്ങനെ വണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ചെറുതായിട്ടൊന്ന് ഒഴിച്ചപ്പം അത് ഓടി വന്ന് പുറകിൽ പിന്നെ രണ്ടാമത് ഒരു കടി അടിച്ചു, 2 കടി അടിച്ചു. അഞ്ചൽ കോമളത്താണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പത്രമേജന്റിന് പരിക്കേറ്റത്. വീടുകളിൽ പത്രമിടാൻ പോകുമ്പോഴാണ് പത്രമേജന്റ് കോമളം അനീഷ് ഭവനിൽ അനിരുദ്ധന് തെരുവുനായയുടെ കടിയേറ്റത്. ബൈക്കിൽ പോവുകയായിരുന്ന അനിരുദ്ധൻ നായയെ കണ്ട് ബൈക്ക് മാറ്റിയപ്പോഴാണ് തെരുവുനായ ചാടി വീണ് കാലിൽ കടിച്ചത്. കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും രണ്ടാമതും കടിച്ചു. തുടർന്ന് അനിരുദ്ധൻ പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമാണ്. ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രികർക്കും വഴിയിലൂടെ സഞ്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. തെരുവുനായകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തെരുവുനായ്ക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തെരുവുനായ്ക്കൾ മാറുമ്പോൾ പന്നി, ഈ പന്നിയും തെരുവുനായ്ക്കൾ കാരണം റോഡിലിറങ്ങി കിടക്കും. അങ്ങോട്ട് നോക്കിയതോ വരുന്നത് തെരുവുനായ്ക്കൾ കൂട്ടമായിട്ട് വരിക. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഈ പട്ടികളെ പിടിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൊച്ചുകുട്ടികൾ നിരവധി ഇന്ന് പിന്നെ രാവിലെ പണിമുടക്കം ആയതുകൊണ്ട് റോഡിലൊക്കെ വരുന്നതായിട്ട് ആളില്ല. സ്കൂള് വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികൾ വിവിധ കോളേജുകളിലേക്കായാലും സ്കൂളുകളിലേക്കും നടന്നു പോകുന്ന സ്ഥലമാണ്. കുട്ടികൾക്കെല്ലാം കടി പറ്റിയാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നാണ് അറിയിക്കാറ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.